തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം ശബരിനാഥ് ആയിരുന്നു. ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. കോൺഗ്രസിനേക്കാൾ മികച്ച കോൺഗ്രസ് നേതാക്കളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന BJPയാണ്. കോൺഗ്രസ് വിട്ടുവന്ന പല പ്രമുഖരായ നേതാക്കൾക്കും BJP സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മിനി തോമസ് ആണ്. അവർ പാളയത്ത് മത്സരിക്കുന്നു. പിന്നീട് തമ്പാനൂർ സതീഷ്, മഹേശ്വരൻ അടക്കമുള്ള ഇവരെല്ലാം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന നേതാക്കളാണ്. ഇതിൽ പലരും മഹേശ്വരനെല്ലാം പലതവണ കൗൺസിലർ ആയിരുന്നു. അപ്പോൾ അത്തരം മികച്ച നേതാക്കളെ കണ്ടെത്തി, കോൺഗ്രസിന്റെ മികച്ച നേതാക്കളെ കണ്ടെത്തി BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഇപ്പോൾ മുൻ DGP അടക്കമുള്ളവർ, തുടർച്ചയായി കോർപ്പറേഷനിൽ വിജയിക്കുന്ന നേതാക്കൾ, കേരള രാഷ്ട്രീയത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മുഖമായ VV രാജേഷ്, നേമത്ത് തുടർച്ചയായി വിജയിച്ച് നിയമത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തുടർച്ചയായി വിജയിച്ചു വരുന്ന MR ഗോപൻ അടക്കമുള്ളവരെല്ലാം ഇപ്പോൾ കൃത്യമായി തന്നെ അവർ മത്സരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ വ്യക്തമാകുന്നത് കോൺഗ്രസ് മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന് അവകാശപ്പെടുന്നതെല്ലാം ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ഇനി ഈ പോക്കാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിനാഥ് BJP സ്ഥാനാർത്ഥിയായി മാറാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ശബരിനാഥിനും കവടിയാറിൽ വിജയിച്ച് കയറാൻ കഴിയുമോ എന്നുള്ള സംശയമാണ്. അവിടെ കൃത്യമായി തന്നെ എല്ലാ വാർഡുകളിലും BJP ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തി അവർ പരാജയപ്പെടുമെന്ന് വിശ്വാസമുള്ള വാർഡുകളിൽ പോലും അവരുടെ തിരുവനന്തപുരത്തെ ജനകീയമായ മുഖങ്ങളെ മത്സരിപ്പിച്ചിരിക്കുകയാണ്. ഇതിലൂടെ തന്നെ അവർ വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പ്രതീക്ഷ മാത്രമല്ല, പണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാർഡുകളിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ വിജയിക്കും എന്ന് പറയും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ പരാജയപ്പെടുകയും ചെയ്യും. അതിനുശേഷം അവർ പറയുന്നത് ഈ വോട്ടിന്റെ ഷെയർ കൂടി വോട്ടിംഗ് ശരാശരി വർദ്ധിച്ചു എന്നാണ്. വോട്ട് ശതമാനം വർദ്ധിക്കുന്ന ഏർപ്പാടുകൾ എന്നേ BJP നിർത്തി. അത് നിർത്തിയത് കൊണ്ടാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ഇനി വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കേണ്ട, വിജയിക്കുക, ഭരിക്കുക, കേരളം പിടിക്കുക എന്ന രീതിയിലേക്കെല്ലാം അവർ മാറിയിട്ടില്ലേ? ആ മാറിയ മാറ്റം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നാം കണ്ടിരിക്കുന്നത്. അവർക്ക് സ്വാധീനമില്ലാത്ത വാർഡുകളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. കേരളം അറിയപ്പെടുന്നതിന് ജനകീയമായ മുഖങ്ങളെ അവിടെ മത്സരിപ്പിക്കാൻ അവർ ഇറക്കുന്നു. അതിലൂടെ തന്നെ അവർ നൽകുന്ന സന്ദേശം വ്യക്തമാണ്. പക്ഷെ നാം ഇതിൽ നോക്കിക്കാണേണ്ടത്, കോൺഗ്രസ് പ്രഖ്യാപിച്ചു, അത് കൂട്ടയിൽ എടുത്തെറിയുക, അത് അത്രയേ കാണാനുള്ളൂ. കാരണം ഒരു 10 സീറ്റിൽ നിന്നും ഇപ്പോൾ ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണ്ട് BJP മെട്രോമാൻ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതുപോലെയാണ് ഇതും. അതുകൊണ്ട് അതൊന്നും തിരുവനന്തപുരത്തെ ജനങ്ങൾ അത്ര അവഗണനയോടുകൂടി തന്നെ പുച്ഛിച്ച് തള്ളുകയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് മത്സരം BJPയും CPMഉം തമ്മിലാണ്. പക്ഷെ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പക്ഷെ CPM പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പിന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് കൃത്യമായി മുതലെടുക്കാൻ കഴിയുന്ന BJPക്കാണ്. കാരണം പല ഇടങ്ങളിലും ഈ ചുമരെഴുത്തുകൾ BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും നടപ്പിലാക്കി. പക്ഷേ CPM അത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ്. അത് എന്തുകൊണ്ടാണ്? അവർ ഈ തെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുകയാണോ, പേടിക്കുകയാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ശിവൻകുട്ടി മുതൽ ചന്ദ്രിക മുതൽ പ്രശാന്ത് വരെ അങ്ങനെ എത്രയെത്ര മികച്ച ജനകീയരായ മേയർമാർ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് തട്ടിപ്പും വെട്ടിപ്പിലുമൂടെ വിവാദത്തിലൂടെ KSRT ബസ് തടഞ്ഞു നിർത്തി ഒരു ഡ്രൈവറിന്റെ ജോലി കളഞ്ഞതിലൂടെ ലോക ശ്രദ്ധ നേടിയ, ഇന്ത്യയിലുടനീളം ചർച്ച ചെയ്ത ആ യുവ മേയറിന്റെ 5 വർഷത്തെ ഭരണകാലം എന്തായാലും CPMനെ എത്തിച്ചിരിക്കുന്ന പരാജയത്തിലേക്കാണ്. ആ പരാജയം സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. BJP അത് തിരിച്ചറിയുന്നുണ്ട്.
ഭരണവിരുദ്ധ വികാരമുണ്ട്, ആര്യ രാജേന്ദ്രനെതിരെയുള്ള വികാരമുണ്ട്. അപ്പോൾ തങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ടാണ് അവർ ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് മനസ്സിലാകും BJP രണ്ടും കൽപ്പിച്ചാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റ് ലഭിച്ചപ്പോൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ കണക്ക് നാം പരിശോധിക്കുകയാണെങ്കിൽ 72 സീറ്റിലേക്ക് അത് ഉയർത്താൻ കഴിഞ്ഞു. അപ്പോൾ ഈ 72 സീറ്റുകൾ ലഭിക്കേണ്ട ഒരു 50-ലധികം സീറ്റുകൾ ലഭിച്ചാൽ മതി. നിലവിലുള്ള 20-ലധികം സീറ്റുകൾ പരാജയപ്പെട്ടാൽ പോലും അവർക്ക് ഭരണത്തിലെത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് അവർ കൃത്യമായി തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ ആ ചുമതല നേരിട്ട്, ആ ഉത്തരവാദിത്തം നേരിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ BJPക്ക് വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ, ഞാൻ തൃശ്ശൂരിനെ കുറിച്ച് പറയുന്നില്ല, തിരുവനന്തപുരത്തെ വിജയമുണ്ടാകുകയാണെങ്കിൽ ഉറപ്പായി തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 2 സീറ്റിലെങ്കിലും തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും. തിരുവനന്തപുരം മണ്ഡലത്തിൽ 5 സീറ്റുകൾ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കുറഞ്ഞതാണ് പറയുന്നത്, നിയമവും കഴക്കൂട്ടവും. അങ്ങനെ കോർപ്പറേഷനും അവർക്ക് വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ നേമത്തും കഴക്കൂട്ടത്തും മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കി അവർ വിജയിക്കുകയാണെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറപ്പായി 2 സീറ്റുകൾ ഉറപ്പാണ്. കഴിഞ്ഞ തവണ അവിടെ നിയമസഭയ്ക്കുള്ളിൽ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നിയമസഭയ്ക്കുള്ളിൽ ഒരു അക്കൗണ്ട് അല്ല, 1-ലധികം അക്കൗണ്ടുകൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ അവർക്ക് ലഭിക്കും. കാരണം അവർക്ക് നിയമസഭയിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ നേമത്താണല്ലോ. അപ്പോൾ നേമത്ത് വീണ്ടും ജയിക്കാനുള്ള സാധ്യത കാണുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് പറയുന്നു. കഴക്കൂട്ടത്ത് കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ മത്സരിക്കുമെന്ന് പറയുന്നു. V മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാം. നേമത്ത് അവരുടെ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ അവർ പരാജയപ്പെട്ടത് മുരളീധരന്റെ വരവോട് കൂടിയാണ്. മുരളീധരൻ എന്തായാലും ഇനിയൊരു ചാവേറാകാൻ അവിടെ ഇറങ്ങില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ BJPയോട് നിന്ന് ചാവേറായി നാണം കെടുന്ന ഒരു മനുഷ്യനായി മാറുകയാണ്. ഇനി വീണ്ടും ചാവേറായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നാട്ടുകാർ കരുതും. അത് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്തായാലും നിയമമണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയില്ല. BJPക്ക് വരുന്ന കോർപ്പറേഷനിൽ വലിയ രീതിയിൽ വിജയം കൊയ്യാനുള്ള ഒരു അവസരം ആണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്.